Hi friends, Technic Malayalam YouTube channel swagatham. We will video 1.5 Kva hybrid solar system install cheyidirikkunu. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്ത് ഹരീഷ് എന്ന് പറയുന്ന ജന്റെ വീട്ടിലാണ് നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലായിട്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വീട് പണി കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻവെർട്ടർ സിസ്റ്റം പ്ലസ് ഒരു സോളാർ സിസ്റ്റം ആ രണ്ട് രീതിയിലാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ BLDC ഫാനൊക്കെയാണ് മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫ്രിഡ്ജ് എല്ലാം നമ്മുടെ ഈ ഒരു ഇൻവെർട്ടർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. നമ്മൾ പെട്ടെന്ന് മഴയുടെ ഒക്കെ പ്രശ്നം കാരണം പെട്ടെന്ന് വീഡിയോ എടുക്കാനും നമ്മളത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോളാർ പാനൽ എന്ന് പറയുന്നത് 455 വാട്ട്സ് വിക്രം എന്ന് പറയുന്ന കമ്പനിയുടെ സോളാർ പാനലാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സിംഗിൾ പാനലാണ്. അപ്പോൾ നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ മേളിലാണ്. അതായത് നമുക്ക് ഇതിൽ നിന്ന് ചൂട് കുറയ്ക്കാനും ഇതിലെല്ലാത്തിനും കൂടിയാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു രാവിലെ ഇവിടേക്ക് നോക്കിയാൽ ഇവിടെ നിന്നാണ് നമുക്ക് സൂര്യോദയം വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 7 മണി തൊട്ട് നമുക്ക് ഏകദേശം ഒരു 5 മണി 5:30 വരെ നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ ഒരു 100% നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കിട്ടും. 455 വാട്ട്സ് വിക്രത്തിൻ്റെ ഹാഫ് കട്ട് സോളാർ പാനലാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സ്ട്രക്ചർ വർക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് 4 mm DC കേബിളിൽ ഇതുപോലെ പൈപ്പ് അടിച്ചാണ് നമ്മൾ താഴേക്ക് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പാനലിൽ ഇവിടെ വരുന്നത്. ഇനി നമുക്ക് താഴെ ഇൻസ്റ്റാൾ ചെയ്തേക്കും നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഹൈബ്രിഡ് സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 1500 രൂപയുടെ XPSൻ്റെ ഇൻവെർട്ടറും നമ്മുടെ ബാറ്ററിയും വെച്ചാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ സോളാറിൻ്റെ DC MCB വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന MCB വയർ ഉണ്ട്. നമുക്ക് 4 mm DC കേബിൾ ഇതിൽ കൂടെ കയറി ഇതിൻ്റെ ഔട്ടാണ് നേരെ നമ്മുടെ ഇൻവെർട്ടറിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെയാണ് എൻ്റെ AC ഇൻപുട്ടും ഔട്ടും ലോഡൊക്കെ ഇതിലേക്കാണ് പോകുന്നത്. ആ ഒരു കണക്ടർ വെച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ എന്ന് പറയുന്നത് SPSൻ്റെ ഹൈബ്രിഡ് 1500 HS ഫുൾ കോപ്പറാണ് ഇൻവെർട്ടർ വരുന്നത്. അപ്പോൾ അതിൻ്റെ LED ഡിസ്പ്ലേയും LCD ഡിസ്പ്ലേ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ എന്ന് പറയുന്നത് ഇതിനകത്ത് ചാർജിങ് ഇപ്പോൾ സോളാറിൽ നിന്നുള്ള ചാർജിങ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് 13.2, സോളാറിൽ നിന്നുള്ള വോൾട്ട് 39 വോൾട്ട്, സോളാർ ചാർജിങ് ഓൺ, അങ്ങനെയാണ്. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇവിടെ LED ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈബ്രിഡ് മോഡും ഉണ്ട്, PUC മോഡും ഉണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് ചാർജിങ് ഓഫ് ചെയ്യാനും ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് ചെയ്യാൻ സ്വിച്ച് നമ്മുടെ ഇൻവെർട്ടറിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഓൺ ഓഫ് സ്വിച്ചാണ് നമ്മുടെ ഇൻവെർട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. ഏകദേശം 800 വാട്ട്സ് വരെ കണ്ടിന്യൂസ് ലോഡ് ചെയ്യാം. 1100 വാട്ട്സ് വരെ നമുക്ക് ഇതിനകത്ത് ഓവർലോഡായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എക്സൈഡിൻ്റെ ട്യൂബുലർ ബാറ്ററിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. 5 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററിയാണ്. അത് 12 വോൾട്ട് 150 H സീറ്ററാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ ആ ഒരു ബാറ്ററിയും ഒരു സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഒരു 1.5 kV ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഈ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത ബാറ്ററി, പാനൽ, നമ്മുടെ ഇൻവെർട്ടർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ മൊത്തത്തിൽ എത്ര രൂപ ചിലവ് വന്നൊന്നും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ട് പിന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് തരണമെങ്കിൽ നമ്മളിപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം തന്നെ ഓഫ് ഗ്രിഡ് പല സിസ്റ്റങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് തരും, നമ്മൾ ഓൾ കേരള ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് തരണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ വിളിക്കുക, നമ്മൾ നിങ്ങളോട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.